ഓർമ്മ എപ്പോഴും മൂപ്പർക്ക് നോക്കണങ്ങള്. എന്താ ഒരു ഹദീസ് ഒന്നുകൂടി വെച്ചു കൊടുത്ത ഒരു വലിയ പണ്ഡിതൻ പടം ഒന്ന് മതം മാറാൻ വേണ്ടി വന്ന ആളുടെ അവസ്ഥയാണത്. ഉദ്ധരിച്ചിട്ടുണ്ട് മുഖ്തസറൻ ചുരുങ്ങിയ രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിമിന്റെ ലഫ്ള് എന്താണ്? ഈ പറഞ്ഞതുപോലെ കുന്തു ബിന്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞിട്ട് കുന്തു ബിന്ദു എന്നല്ല ഇതിലുള്ളത്. അതിലുള്ളത് എന്താ? സഹീഹ് മുസ്ലിമിലുള്ളത് കുന്തു അബീതു മഅ റസൂലില്ലാഹി, ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ രാത്രിയിൽ താമസിച്ചു എന്നാണുള്ളത്. എന്നിട്ട് അതാ കുന്തു ബിന്ദു എന്ന് പറഞ്ഞത്. ഇതാണ് ഇപ്പൊ പറഞ്ഞ വിവരം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരാണ് ഇതിന് നമ്മളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് മൂപ്പര് ചോദിക്കുന്നത് എന്താ? അതൊന്നും പറ്റൂല, എന്നതൊന്നും കൂട്ടൂല. നേരെ സ്വർഗം ചോദിച്ചതുണ്ടോന്നാ. സഹോദരന്മാരെ, അതുമുണ്ട്. ഇത് സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനല്ലേ ചോദിച്ചത്, അത് പറ്റൂല. സ്വർഗം ചോദിച്ചു, അസ്അലുക്കൽ ജന്ന എന്നുണ്ടോ. എന്തൊരു വിഡ്ഢിത്താണ്. നിങ്ങളെ വീട്ടിന്റെ മുകളിലെ ഉന്നത റൂം, ഏറ്റവും മേലെയുള്ള റൂം എനിക്ക് കിട്ടണമെന്നാ ഞാൻ ചോദിക്കണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീട് കിട്ടണമെന്നായിട്ടില്ലല്ലോ. വീട്ടിലെ ഉന്നതമായ സ്ഥലം, റൂം സൗകര്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് വീട് കിട്ടിയെന്ന് പൈതാവോ, അല്ലെങ്കിൽ വീട് ചോദിച്ചു എന്നാവോ എന്നാ. വീട്ടിന്റെ പുറത്തു കൂടെ കയറാതെ എങ്ങനെ ഉള്ളിലേക്ക് എത്തുക? മേലെന്ന് ആകാശത്തിൽ ചാടാൻ പറ്റുമോ? ഇയാൾ എവിടുന്നാ വരുന്നത്? സഹോദരന്മാരെ, എന്നിട്ട് ചോദിക്കുക അസ്അലുക്കൽ ജന്ന എന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ നോക്ക്, മുഅ്ജമു ഇബ്നുൽ അറാബി പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഹിജറ 246 ജനിച്ച പണ്ഡിതൻ, 246 എന്ന 1200 വർഷം മുമ്പ് ജീവിച്ച പണ്ഡിതൻ. അവർ രചിച്ച മുഅ്ജമു ഇബ്നുൽ അറാബി എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ 1145 നമ്പർ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ കാണാം വിശദമായ ഹദീസ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ ഫീ ഹാജത്തിൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു വ്യക്തിയെ ഒരു ആവശ്യത്തിന് പറഞ്ഞയച്ചു. ഫജാഅഹു ബിമാ യസുറുഹു, റസൂലുള്ളാഹിക്ക് സന്തോഷമുള്ള രൂപത്തിൽ അദ്ദേഹം തിരിച്ചു വന്നു. ആ കാര്യം ഭംഗിയായി ചെയ്ത് തിരിച്ചു വന്നു. അപ്പൊ കാല റസൂൽ ചോദിച്ചു, സൽ, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ, വളരെ സന്തോഷമായിരുന്നു എന്റെ പ്രവർത്തനം. ആ സന്ദർഭത്തിൽ കാല അദ്ദേഹം ചോദിക്കുന്നു, അസ്അലുക്കൽ ജന്ന, നബിയേ ഞാൻ അങ്ങയോട് സ്വർഗം തന്നെ ചോദിക്കുന്നു നബിയേ, അസ്അലുക്കൽ ജന്ന. നോക്ക് നിങ്ങൾ, ഹദീസുണ്ട്. ഹദീസ് ഗ്രന്ഥം പരിശോധിക്കേണ്ട ഇതൊക്കെ നോക്കണമെങ്കിൽ ഇത് ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ട് നോക്കിയത് മനസ്സിലാവൂല. കിതാബുകൾ നോക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുന്ന വിഷയങ്ങൾ മുഴുവനും അങ്ങനെയാണ്. സഹോദരന്മാരെ, ഒരു ഹദീസ് കൂടി ഞാൻ പറയട്ടെ. ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ തന്റെ ജമുൽ ജവാമിയിൽ ഉദ്ധരിക്കുന്നു, അതുപോലെ തന്നെ കൻസുൽ ഉൽമാനിൽ ഉദ്ധരിക്കുന്നു. ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു അറാബിയായ മനുഷ്യൻ ഒരു കാര്യം ചോദിച്ചു. ആ ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, കം ബൈന മസ്അലത്തിൽ അറാബി വഅജൂസി ബനി ഇസ്രായീൽ. ആ അറാബി ചോദിച്ച ചോദ്യവും ബനു ഇസ്രായേലിലുള്ള ഒരു വൃദ്ധയായ സ്ത്രീ അവർ ചോദിച്ചതും തമ്മിൽ എത്ര അന്തരമുണ്ട്. എന്തേ കാര്യം? റസൂലുള്ളാഹി പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദീർഘമായ സംഭവം. റസൂലുള്ളാഹി മൂസാ നബി നടന്നു പോവുകയാണ്. അങ്ങനെ സമുദ്രം വിട്ടുകിടക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു. മൂസാ നബി പരിവാരങ്ങളോട് കൂടി, അനുയായികളോട് കൂടി അവിടെ എത്തുന്ന സന്ദർഭത്തിൽ ആരെ കാണുന്നില്ല. അവരുടെ വാഹനങ്ങൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. അള്ളാഹുവിനോട് ചോദിച്ചു മൂസാ നബി, പടച്ചവനെ എന്താണ് എന്റെ വാഹനങ്ങൾ മുന്നോട്ട് പോകാതെ അറച്ചു നിൽക്കുന്നത്? അള്ളാഹു വഹി നൽകി, മൂസാ നബിയെ നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല, നിങ്ങൾ യൂസുഫ് നബിയുടെ ഖബറിന്റെ അരികിലാണുള്ളത്. യൂസുഫ് നബി അവിടെ ഖബറടക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? ആ യൂസുഫ് നബിയുടെ ജനാസയുമായി പോകണം എന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികളോട് ചോദിക്കുന്നു, അല്ല ഹൽ യദ്രി അഹദും മിൻകും ഐന ഹുവ, എവിടെയാണ് യൂസുഫ് നബിയുടെ ഖബർ എന്ന് നിങ്ങൾക്ക് അറിയാമോ ജനങ്ങളെ? ആരാ ചോദിക്കുന്നത്? ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു അനുയായികളോട്. കാരണം എന്താ? അള്ളാഹു നിർദ്ദേശിച്ചത് ആ യൂസുഫ് നബിയുടെ ജനാസയുമായി നിങ്ങൾ ഈ സമുദ്രം വിട്ടുകിടക്കണം എന്നാണ്. കാരണം അവിടെ ഖബറും വെള്ളവും ആ ഭൂമിയുമായി നിരപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനാസയുമായി പോകണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്കറിയുമോ ഐന ഹൽ യദ്രി അഹദും മിൻകും ഐന ഹുവ,
ഈ യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ അവർ പറഞ്ഞു ഫഖാലു ഇൻകാന അഹദുൻ യഅലമു ഐന ഹുവ ഫഅജൂസു ബനി ഫുലാനൻ തഅലമു ഐന ഹുവ. ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ ഖബർ എവിടെയാണെന്ന് അറിയുന്നില്ല. അറിയുന്ന വല്ല ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നാലിന്റെ കുടുംബത്തിലുള്ള വയസ്സായ ഒരു സ്ത്രീയുണ്ട്, ഒരു മാമയുണ്ട്, അവർക്കറിയാം നബിയെ, അതുകൊണ്ട് അവരെ വരുത്തി നോക്കിക്കോളൂ. മൂസാ നബി അവരുടെ അരികിലേക്ക് ആളെ വിട്ടു. ആ സ്ത്രീ വന്നപ്പോ അവരോട് മൂസാ നബി ചോദിച്ചു, മൂസാ നബി യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? മൂസാ നബി ചോദിക്കുകയാണ്. കാലത്ത് അവര് പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, നഅം എനിക്കറിയാം. കാലത്ത് അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അല്ല മൂസാ നബി പറഞ്ഞു, കാല ഫദുല്ലിനാ അലൈഹി, ആ ഖബർ എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരണേ നിങ്ങൾ, അള്ളാഹുവിന്റെ സന്ദേശമുണ്ട്. ആ സ്ത്രീ പറഞ്ഞു, ഖാലത്ത് ലാ വല്ലാഹി ഹത്താ തുൽതിയനി മാ അസ്അലുക. ഇല്ല മൂസാ നബിയെ, ഞാൻ ഖബറൊക്കെ എനിക്കറിയാം, ഞാൻ അത് അറിയിച്ചു തരണമെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന സംഗതി എനിക്ക് നിങ്ങൾ നൽകും എന്ന് വാഗ്ദത്തം നൽകുകയാണോ? എന്നാ ഞാൻ കാണിച്ചു തരാം. നല്ല കഥയുള്ള സ്ത്രീയാണ്. അപ്പോ മൂസാ നബി പറഞ്ഞു ആ സ്ത്രീയോട്, ലക്കി ദാലിക്കി, ശരി, നിനക്ക് നിങ്ങൾ ആ ചോദിച്ചതുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ആര് പറയുന്നു? മൂസാ നബി ചോദിക്കുന്നു. കാലത്ത് അപ്പോ ആ സ്ത്രീ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ഫഇന്നി അസ്അലുക, മൂസാ നബിയെ, എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അൻ അകൂന മഅക ഫി ദറജത്തില്ലതി തകൂനു ഫീഹാ ഫിൽ ജന്ന. നിങ്ങൾ സ്വർഗത്തിൽ ഏതൊരു സ്റ്റാൻഡേർഡിലാണോ ഉള്ളത് അതേ പദവിയിൽ ഞാനും ആവണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നോക്കണം നിങ്ങൾ, മൂസാ നബിയോട് ചോദിക്കുക. അത് കേട്ടപ്പോ മൂസാ നബി പറഞ്ഞു, ഫജഅല മൂസാ യുറാദ് ഫഖാല, മൂസാ നബി പറഞ്ഞു, സലി അൽ ജന്ന, മാമ നിങ്ങൾ സ്വർഗം ചോദിച്ചോളി, അത് ഞാൻ തരാം. സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനം, ഞാൻ നിൽക്കുന്ന അതേ സ്ഥാനം, ഞാൻ ഒരു ഉല്ലാസത്തിൽപ്പെട്ട ആളാ, ഞങ്ങളൊക്കെ നിൽക്കുന്ന അതേ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല, അത് ഞാൻ തരൂല. നിങ്ങൾ സ്വർഗം ചോദിച്ചോളൂ, സലി അൽ ജന്ന, സ്വർഗം ചോദിച്ചോളൂ, അത് ഞാൻ നൽകാം. നോക്കണം നിങ്ങൾ, മൂസാ നബിക്ക് തൗഹീദ് പഠിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ? മൂസാ നബി പറയുന്നത് സ്വർഗം ചോദിക്കൽ ശിർക്കാണ് എന്നല്ല, പിന്നെന്താ? നിങ്ങൾ സ്വർഗം ചോദിച്ചോളൂ, അത് കുഴപ്പമില്ല, പക്ഷെ സ്വർഗത്തിലെ ഉന്നതമായ അത്യുന്നതമായ പദവി അത് ചോദിക്കണ്ട. നമ്മളെ ലബ്ബദാരിബി വന്ന് ആക്രോശിക്കുന്നത് എന്താ? നബി തങ്ങളോട് സ്വർഗം ചോദിച്ച ഒരൊറ്റ സംഭവം കാണിച്ചു തരാമോ? കേരളത്തിലുള്ള സുന്നി പണ്ഡിതന്മാരെ മുഴുക്ക ഞാൻ വെല്ലുവിളിക്കുന്നു. ഒറ്റയ്ക്ക് റൂമിലടച്ച് അങ്ങനെ വെല്ലുവിളിച്ചാൽ മതി, ഇതൊന്നും വിവരമുള്ളവരുടെ മുമ്പിൽ വില പോകൂല. മൂസാ നബി ആ സ്ത്രീയോട് വീണ്ടും തർക്കിച്ചു, നിങ്ങൾ അത് ചോദിക്കല്ലേ, ഇത് ചോദിച്ചു, സ്വർഗം ചോദിച്ചോളൂ തരാ, സ്വർഗത്തിലെ ഉന്നത സ്ഥാനം അത് വേണ്ട എന്നിങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞു. സ്ത്രീ പറയും, ഏയ് അതില്ല, എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നിങ്ങൾ പറഞ്ഞ് കാണിച്ചു തരുമോ? എന്നാ ഞാൻ ഖബർ കാണിച്ചു, അല്ലെങ്കിൽ ഞാൻ പോവാണ്, എനിക്ക് കൂടുതൽ സമയമില്ല. മഹദി അവരുകള് ആ സ്ത്രീ കുറച്ച് ശക്തമായി പറഞ്ഞു. അപ്പൊ അള്ളാഹു മൂസാ നബിയിലേക്ക് വഹയി അറിയിക്കുകയാണ്. എന്താ? അന്നാഴ്ത്തിഹാദാലിക്ക, മൂസാ നബി നിങ്ങളാണ് കൊടുത്തല്ലേ ആ സ്വർഗത്തിലെ ഉന്നത സ്ഥാനം, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറവും പറ്റൂല. നോക്കണം നിങ്ങൾ ആ സ്ത്രീക്ക് നിങ്ങൾ സ്വർഗം കൊടുത്തോളൂ മൂസാ നബിയേ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. സ്വർഗം ചോദിച്ചോളൂ എന്നുള്ള ശിർക്കാണ് എന്നല്ല പറഞ്ഞത്. അങ്ങോട്ട് സ്വർഗം കൊടുത്തളി, സ്വർഗം കൊടുത്തു എന്നല്ല, സ്വർഗത്തിലെ ഉന്നതമായ പദവി തന്നെ കൊടുത്തോളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറവും പറ്റൂല. ഫഇന്നഹു ലാ യുൻകിസുക ശൈഉൻ, അതുകൊണ്ട് ഒരു കുറവും പറ്റുകയില്ല. മൂസാ നബി ആ സ്ത്രീക്ക് സ്വർഗം കൊടുത്തു. പടച്ചോനെ, മുജാഹിദിന്റെ ശിർക്ക് കഥ തകർന്ന് തരിപ്പണമാകുന്നു. വല്ലപ്പുഴയിൽ ഇതാ അതിന് ഞങ്ങൾ കുഴിച്ചുകൂടിയിരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വർഗം ചോദിച്ച സംഭവം ഉണ്ടോ? ശിർക്കാണെന്നാ പറഞ്ഞത്. ഇല്ല മൗലവി, വലാലത്തല്ല, ശിർക്കല്ല. സ്വർഗം ചോദിച്ചു, മൂസാ നബി ആ സ്ത്രീക്ക് സ്വർഗം കൊടുത്തു. കൊടുത്തപ്പോ ആ സ്ത്രീ പറഞ്ഞു, എന്താണ് പോരിന്റെ ഒപ്പം പറഞ്ഞു, ഇതാ മൂസാ നബി യൂസുഫ് നബിയുടെ ഖബർ ഇവിടെയാണ്, നിങ്ങൾ എന്താ ചായിക്കോളി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തു. ഇത് നോക്കണം നിങ്ങൾ. ലോക പ്രശസ്ത ഹദീസ് ഗ്രന്ഥം അൽ ജാമിഉൽ കബീർ എന്ന് പറയുന്ന ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി ഇമാമിന്റെ ഗ്രന്ഥമാണിത്. നിങ്ങൾ ചിന്തിക്കണം. അത് മാത്രമല്ല, കൻസുൽ ഉമ്മാനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്.
അപ്പൊ ആ ജാതി വെല്ലുവിളിക്കാണ് വെച്ചളി. അതൊക്കെ മുജാഹിദ് ആഫീസിലേക്ക് കാഹളം കെട്ടി ചോദിക്കേണ്ട വെല്ലുവിളിയാണ്, സുന്നികളോട് ചോദിക്കേണ്ടതല്ല. ഞങ്ങൾ കിതാബിലുള്ളത് പറയുന്നവരാണ്, ഞങ്ങൾ പഠിച്ചു പറയുന്നവരാണ്. മുജാഹിദുകളോ വിവരമില്ലാത്ത ജാഹിലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ